ഹലോ നമസ്കാരം. ഹൊലാവളിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PTയിൽ വരുന്ന മാറ്റങ്ങൾ. PTയിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് PT സ്കോർ കൂടുതൽ നേടാം എന്നുള്ളൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതായത് AI ബേസ്ഡ് ആണ് PT എക്സാം. നമുക്ക് എല്ലാവർക്കും അറിയാം, AI ആണ് കംപ്ലീറ്റ്ലി നോ മാനുവൽ ഇൻ്റർവെൻഷൻ. അതായത് ഒരു ഹ്യൂമൻ എക്സാമിനർ ഇല്ലാതെയാണ് PT എക്സാം നടത്തപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് നമുക്കറിയാം. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രൈബ് ഇമേജ്, റീറ്റെൽ ലെക്ചർ ഇതിൽ നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ദിസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നൊക്കെ പറഞ്ഞ് കാണാതെ പഠിച്ച് ഡിസ്ക്രൈബ് ഇമേജ് പറഞ്ഞ് സ്കോർ മേടിക്കുന്ന രീതി അവസാനിക്കുകയാണ്. നവംബർ 4 മുതൽ ഈ പുതിയ അപ്ഡേറ്റിന് ശേഷം നിങ്ങൾ കാണാതെ പഠിച്ചുള്ള ടെംപ്ലേറ്റുകൾ തള്ളുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ 0യിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ്, അതുപോലെ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്ന ഈ പ്രോസസ്സ് ചേഞ്ച് ചെയ്യുന്ന എന്തിനാണ്, സോഫ്റ്റ്വെയർ ടു ഹ്യൂമൻ ഇവാലുവേഷൻ എന്തിനാണ് കൊണ്ടുവരുന്നത്, എന്താണ് പുതിയ മെത്തേഡ് ഓഫ് ചെക്കിംഗ്, അതുപോലെ ടെംപ്ലേറ്റ്സ് ബാൻഡ് ആണോ, ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്താൽ 0 മാർക്സ് ലഭിക്കുമോ, വേറെ ഏതെങ്കിലും ടെസ്റ്റിൻ്റെ ഭാഗങ്ങൾ ഈ പുതിയ ചേഞ്ചിൽ മാറ്റം വരുന്നുണ്ടോ, ടെസ്റ്റ് ഫോർമാറ്റ് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ, ഹ്യൂമൻ എക്സ്പേർട്ടിന് എന്തൊക്കെ കാണാൻ പറ്റും, അതുപോലെ PTയുടെ റിസൾട്ട് എത്ര സമയത്തിനുള്ളിലായിരിക്കും ഇനി വരിക, ന്യൂ അപ്രോച്ച് എന്തായിരിക്കണം ഡിസ്ക്രൈബ് ഇമേജിൻ്റെയും റീറ്റെൽ ലെക്ചറിൻ്റെയും എന്ന്. അപ്പോൾ എന്താണ് ന്യൂ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് AI ബേസ്ഡ് ആയിട്ട് മാത്രമായിരിക്കില്ല റീറ്റെൽ ലെക്ചറും ഡിസ്ക്രൈബ് ഇമേജും ഇനി വർക്ക് ചെയ്യുന്നത്. അതിന് പിന്നിൽ ഒരു മനുഷ്യൻ കൂടി ഇനി ഇവാലുവേറ്റ് ചെയ്യും. അതായത് AI തന്നെ ഈ മെത്തേഡിലൂടെ ആദ്യം ഒന്ന് സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്തതിന് ശേഷം വേറൊരു AI പ്രോഗ്രാമും കൂടെ അവർ ചേർക്കാനാണ് സാധ്യത. ആ AI പ്രോഗ്രാം വെച്ചിട്ട് ഇത് ടെംപ്ലേറ്റ് ആണോ അല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു AI, അത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മനുഷ്യൻ്റെ കയ്യിലേക്ക് പാസ് ചെയ്തിട്ട് മനുഷ്യൻ ഉറപ്പിച്ച് ഒരു സ്കോർ ഇടും. ടെംപ്ലേറ്റ് ആണെന്ന് മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ 0 ആയിരിക്കും മാർക്ക്. ഇതാണ് പുതിയ ചേഞ്ച്. അടുത്തത്, എന്തിനാണ് ഈ പ്രോസസ് ചേഞ്ച് കൊണ്ടുവരുന്നത്? അതായത് PTയിൽ ഒത്തിരി മാൽ പ്രാക്ടീസ് അല്ലെ മിസ്യൂസ് നടക്കുന്നു. വെറുതെ ആൾക്കാരെ സംസാരിക്കാൻ അറിയാമല്ലാത്തവരെ കാണാതെ പഠിച്ച് സ്കോർ നേടുന്നു എന്നുള്ളതിനെ കവർ ചെയ്യാനും കൂടുതൽ ഫെയർ ആക്കാനും വേണ്ടിയാണ് ഈ ചേഞ്ച് കൊണ്ടുവരുന്നത്. ടെംപ്ലേറ്റ്സ് ബാൻഡ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ടെംപ്ലേറ്റ്സ് ബാൻഡ് ആണ്. ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് രീതിയല്ല അല്ലേ. PT എക്സാമിൽ അത് നമ്മൾ കള്ളത്തരം കാണിക്കുന്ന പോലെയാണ് എന്ന്. അപ്പോൾ PT അതിപ്പോഴാണ് ഡിറ്റക്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിനി ബാൻഡ് ആണ്. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ സ്കോർ 0യിലേക്ക് പോകാം. ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല അങ്ങനെ കാണാതെ ഒരു ടെംപ്ലേറ്റ് പഠിക്കാൻ. അതുവഴി നിങ്ങൾ ഇംഗ്ലീഷ് അല്ലല്ലോ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് നിർത്തുക. പകരം നമുക്ക് ഫോർമാറ്റ്സ് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ എന്തൊക്കെ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ നിങ്ങളത് പഠിക്കുക. ആ ഫോർമാറ്റിനകത്തോട് നിങ്ങൾ ആ ക്വസ്റ്റ്യനിലെ റെലവൻറ്റ് കണ്ടൻറ്റിനെ അഡാപ്റ്റ് ചെയ്ത് സംസാരിക്കുക. ടെംപ്ലേറ്റ് ഉപയോഗിച്ചാൽ 0 മാർക്കായിരിക്കുമോ ലഭിക്കുന്നത്? അതെ, ടെംപ്ലേറ്റ് ഉപയോഗിച്ചാൽ 0 മാർക്കാണ് ലഭിക്കുന്നത്. അടുത്തത്, വേറെ എന്ത് ടെസ്റ്റ് ചേഞ്ചസ് ആണ് വരുന്നത്? വേറെ ഒന്നും ചേഞ്ച് ആവുന്നില്ല. ഇപ്പോൾ ഇത് രണ്ടിലേ ചേഞ്ച് വരുന്നുള്ളൂ. റീറ്റെൽ ലെക്ചറിലും ഡിസ്ക്രൈബ് ഇമേജിലും നേരത്തെ തന്നെ റൈറ്റിംഗ് സെക്ഷനിൽ ഈ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കുന്നത് പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഈ പുതിയ ചേഞ്ച് സ്പീക്കിങ്ങിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ടെസ്റ്റ് ഫോർമാറ്റ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല, ടെസ്റ്റ് ഫോർമാറ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. 2 മണിക്കൂർ മാത്രം ഉള്ള ഒരു പരീക്ഷയായിരിക്കും PT. വേറെ യാതൊരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ഹ്യൂമൻ സീ? വേറെ ഒരു ഡീറ്റെയിൽസും കാണുന്നില്ല. നമ്മുടെ സംസാരമോ നമ്മളെ കാണാനോ അതൊന്നും ഹ്യൂമൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. അതായത് അങ്ങനത്തെ ഒരു ബയസിങ്ങും ഹ്യൂമൻ സ്കോറിൽ ഉണ്ടാവില്ല. നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാണ് സംസാരിക്കുന്നത് എന്നൊന്നും അവർക്ക് കാണാനൊക്കെയല്ല. ജസ്റ്റ് നമ്മുടെ വോയിസ് മാത്രമായിരിക്കും അവർ കേൾക്കുക. ഹ്യൂമൻ ഇവാലുവേറ്റർ, അതും AI ഒരു ടെംപ്ലേറ്റ് ആണെന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പരീക്ഷ എഴുതുന്നവരുടെ എല്ലാം ഒരു ഹ്യൂമൻ ഇവാലുവേറ്ററിനെ അവിടെ കൊണ്ടുവരുന്ന വഴി അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇത്രയും ഫാസ്റ്റായിട്ട് PTക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം എന്നാലും AI വെച്ചിട്ടായിരിക്കും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആവശ്യമെങ്കിൽ ഒരു ഹ്യൂമൻ ഇവാലുവേറ്ററും കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്ക് പുറത്തേക്ക് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, റിസൾട്ട്സ് കൂടുതൽ സമയം എടുക്കുമോ വരാനായിട്ട്? PT പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരു AI പ്രോഗ്രാം ലോജിക്ക് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കള്ളത്തരമാണെന്ന് തോന്നിയാൽ, ടെംപ്ലേറ്റ് ആണ് എന്ന് തോന്നിയാൽ മാത്രമേ അവർ ഒരു ഹ്യൂമൻ ഇവാലുവേറ്ററിനെ കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് PTയുടെ റിസൾട്ട് വരിക ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റത്തെ പോർഷൻ, എന്തായിരിക്കണം നമ്മുടെ ഡിസ്ക്രൈബ് ഇമേജിൻ്റെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ലോജിക്ക്? നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് അതിൻ്റെ കഥ, ആ ഡിസ്ക്രൈബ് ഇമേജിലെ കഥ നന്നായിട്ട് പറയാൻ പറ്റുക. അതിന് 4
പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിനെ ഒന്ന് സമീപിച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഒന്ന് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി ഒരു പോയിന്റ് വെക്കുക, പിന്നെ മെയിൻ പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം പറയുക, അതർ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക, കൺക്ലൂഷൻ പറയുക. ഇങ്ങനൊരു സ്റ്റെപ്പായിരിക്കും ലാംഗ്വേജ് ലാബിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നമുക്ക് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കണം ഡിസ്ക്രൈബ് ഇമേജ് ചെയ്യുന്നത്? യൂസ് യുവർ പ്രിപ്പറേഷൻ ടൈം ബിഫോർ ദ റെക്കോർഡിംഗ് സ്റ്റാർട്ട്സ് ടു ഐഡൻറ്റിഫൈ ദ കീ ട്രെൻഡ്സ് ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ്. നമുക്ക് ആദ്യം കിട്ടുന്ന സെക്കൻഡ്സിൽ ടൈമിൽ പ്രിപ്പയർ ചെയ്യണം. 2, മേക്ക് ഷുവർ യു സ്പീക്ക് ഫോർ 30 to 40 seconds. യു ആർ അൺലൈക്ലി ടു മെൻഷൻ ദ കീ ഫീച്ചേഴ്സ് ഇൻ 20 seconds ഓർ ലെസ്. അതായത് പണ്ട് നമ്മൾ പെട്ടെന്ന് ടെംപ്ലേറ്റ് പറഞ്ഞ് 20 സെക്കൻഡ്സിൽ തീർക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇനി 30 മുതൽ 40 സെക്കൻഡ് വരെ സംസാരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാക്സിമം ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞു തീർക്കാനും ശ്രമിക്കുക, തെറ്റുകൂടാതെ. 3, യൂസ് നമ്പേഴ്സ് ഫ്രം ദ ഇമേജ് ഇൻ യുവർ സ്പോക്കൺ റെസ്പോൺസ്. അപ്പം നമ്മുടെ ഇമേജിനകത്ത് എന്തെങ്കിലും നമ്പേഴ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും മെൻഷൻ ചെയ്യണം. ഇനി ഡോൺസ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. മെമ്മറൈസ്ഡ് റെസ്പോൺസസ് ഓർ ടെംപ്ലേറ്റ് സെൻറ്റൻസസ് യൂസ് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ദ ഇമേജ് ഇസ് എ ബ്യൂട്ടിഫുൾ ഗ്രാഫ് ആൻഡ് ഷോസ് വേരിയസ് ഇൻഫർമേഷൻ. ഇഫ് യു യൂസ് പ്രീ മെമ്മറൈസ്ഡ് കണ്ടന്റ്, യു ആർ ലൈക്ലി ടു ഗെറ്റ് എ സ്കോർ ഓഫ് 0 ഫോർ യുവർ കണ്ടന്റ്. ഇഫ് യുവർ കണ്ടന്റ് സ്കോർ ഇസ് 0, ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ വിൽ നോട്ട് ബി സ്കോർഡ്. സോ യുവർ ഓവറോൾ സ്കോർ വിൽ ബി 0 ഫോർ ദ ടാസ്ക്. അടുത്തതായിട്ട്, ട്രൈ ടു മെൻഷൻ എവറി ഫീച്ചർ. യു നീഡ് ടു ഐഡൻറ്റിഫൈ ദ കീ ഫീച്ചേഴ്സ് ഇൻ ദ ഇമേജ് ആൻഡ് യു ഓൺലി ഹാവ് 40 seconds ടു സ്പീക്ക്. സോ യു കാൻറ്റ് മെൻഷൻ എവറി ഫീച്ചർ. അപ്പം എല്ലാ ഫീച്ചറും മെൻഷൻ ചെയ്യാൻ നോക്കരുത്. കീ ആയിട്ടുള്ള ഫീച്ചേഴ്സും മെയിൻ ഫീച്ചേഴ്സും മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് 40 സെക്കൻഡ് അത് മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ലേബിൾസിനെ പറ്റി ഒത്തിരി സമയം സംസാരിക്കുന്നത് അതൊരു തരത്തിലുള്ള ടെംപ്ലേറ്റോ ഒരു ടെക്നിക്കോ ആണെന്നറിയാം. അപ്പോൾ അത് AI ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഡോണ്ടിൽ അത് പറയുന്നത്. അടുത്തത്, ആഡ് യുവർ ഓൺ ഒപ്പീനിയൻ വൈൽ സ്പീക്കിംഗ്. അത് ചെയ്യാൻ പാടില്ല. ഡിസ്ക്രൈബ് എലമെൻറ്റ്സ്, നമ്മുടെ പടത്തിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സിനെ പറ്റി മാത്രം സംസാരിക്കുക. അതായത് പുറത്തു നിന്നുള്ള സാധനങ്ങൾ ചുമ്മാ കാണാതെ പഠിച്ച് നമ്മൾ പറയുന്ന രീതി ഇനി പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും കാണുക. ഡിസ്ക്രൈബ് ഇമേജിൻ്റെ എക്സാമ്പിൾ 1, 2, 3 ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ആയിട്ടുള്ള എക്സാമ്പിൾ എങ്ങനെയാണ്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും. അടുത്തത് റീറ്റെൽ ലെക്ചർ. റീറ്റെൽ ലെക്ചറിലെ ഇൻസ്ട്രക്ഷൻസ് എന്താണ്? നമ്മളൊരു ഓഡിയോ കേൾക്കും, ഒരു അക്കാഡമിക് ലെക്ചർ ആയിരിക്കും. ആ ലെക്ചർ കേട്ട് കഴിഞ്ഞ് നമുക്കതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാനായിട്ട് സമയം കിട്ടും. ഒരു 10 seconds ആണ്. ഓഡിയോ എൻഡ് ചെയ്ത് കഴിഞ്ഞ് 10 seconds സമയമുണ്ട് മൈക്രോഫോൺ ഓപ്പൺ ആവുന്നത്. ആ 10 secondsനകത്ത് നോട്ട്സ് എഴുതി തീർക്കുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അതിനുശേഷം റീറ്റെൽ ലെക്ചർ 40 സെക്കൻഡ്സിലേക്ക് മൈക്ക് ഓണായിട്ട് കിട്ടും. മൈക്ക് ഓണായി കഴിഞ്ഞാൽ ആദ്യത്തെ 3 സെക്കൻഡ് മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ മൈക്ക് ഓഫായി പോവും. അത് മറക്കാതിരിക്കുക. അപ്പോൾ റീറ്റെൽ ലെക്ചറിൻ്റെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടത് ഒരു പെൻ ആൻഡ് ഇറേസബിൾ നോട്ട് പാഡ് റെഡി ആയിട്ട് വെച്ചേക്കുക. ആസ് സൂൺ ആസ് ദ ലിസണിങ് ബിഗിൻസ്, സ്റ്റാർട്ട് മേക്കിംഗ് നോട്ട്സ് അബൌട്ട് വാട്ട് യു ഹിയർ ഇൻ ദ ലെക്ചർ. ഡോണ്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ സിംഗിൾ വേർഡ്സ്. ട്രൈ ടു റൈറ്റ് ഫ്രേസസ് ആൻഡ് മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ ദ ഐഡിയാസ്. അപ്പം ഫ്രേസായിട്ട് എഴുതുന്നതാണ് റീറ്റെൽ ലെക്ചറിനകത്ത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന. വേർഡ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ഒരു ക്ലൂ കാണത്തില്ല എന്താണ് ആ റീറ്റെൽ ലെക്ചറിൽ പറഞ്ഞതെന്നുള്ളത്. മേക്ക് നോട്ട്സ് ദാറ്റ് ആർ ക്ലിയർ ഫോർ യു ടു റീഡ്. അപ്പോൾ എഴുതുമ്പോഴും അല്പം വൃത്തിക്ക് എഴുതാൻ നോക്കുക. വൺസ് ദ മൈക്രോഫോൺ ഓപ്പൺസ്, സ്റ്റാർട്ട് റീറ്റെലിംഗ് വാട്ട് യു ഹേർഡ് ഇൻ ദ ലെക്ചർ. ഫോക്കസ് ഓൺ ദ കീ എലമെൻറ്റ്സ് ഫ്രം ദ ലെക്ചർ ആൻഡ് ട്രൈ ടു സ്പീക്ക് ഫോർ 40 seconds ആസ് യു ക്യാൻ മെൻഷൻ മോർ പോയിൻറ്റ്സ്. അപ്പം നേരത്തെ പറഞ്ഞ് നിർത്താതിരിക്കാൻ നോക്കുക. ഏകദേശം ഒരു 40 സെക്കൻഡ് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാമ്പിൾ റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ഇനി ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെയാണ്? ഡൂസ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ നോട്ട്സ് എഴുതണം. ലിസൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് എഴുതണം. റൈറ്റ് ഡൗൺ കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇൻ എ വേ ദാറ്റ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഈ ആരോസും സൈൻസും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുള്ളറ്റ് പോയിൻറ്റ്സും അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ കണക്ഷൻ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. മൊത്തം കഥ എഴുതാൻ നമുക്ക് സമയം കിട്ടത്തില്ല അല്ലേ? അപ്പോൾ ടെക്നിക്സ്, സൈൻ ലാംഗ്വേജ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നോട്ട് ടേക്കിംഗ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് കീ പോയിൻറ്റ്സും അതിനെപ്പറ്റി സംസാരിക്കുക. ടോക്ക് അബൌട്ട് ദ കീ പോയിൻറ്റ്സ് ബട്ട് ഓൾസോ ക്യാരക്ടേഴ്സ്, ആക്ഷൻസ്, ആസ്പെക്ട്സ് ആൻഡ് relationship between the information. Try to speak up for up to 40 seconds. The longer you speak, the more chance you have to cover the content requirements. പിന്നെ use linking words, so, then and relative clause, which, who, that, to connect your ideas and show relationship between them. Don't, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പ്രത്യേകം നോക്കാം. There is an informative picture on the screen if there is a significant amount of pre-memorized content. അതിനൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 0 മാർക്കിലേക്ക് പോകും. ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും കണ്ടന്റിനും എല്ലാത്തിനും സ്കോർ. അപ്പോൾ അങ്ങനെയുള്ള ടെംപ്ലേറ്റഡ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക.
കീ വേർഡ്സ് ഫ്രം ദ ലെക്ചർ അത് മാത്രം മെൻഷൻ ചെയ്യുന്നത്, അതായത് റെസിപ്പി, ഫുഡ്, കുക്ക്, അതൊരു ഡിസ്കണക്റ്റഡ് വേയിൽ പറയുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ AI നമുക്ക് ഹ്യൂമൻ ഇവാലുവേഷനിലേക്ക് പോവും. അപ്പോൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സും ആസ്പെക്ട്സും ആക്ഷൻസും അതിൻ്റെ റിലേഷൻഷിപ്പും ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാൻ ശ്രമിക്കുക. എല്ലാം പറയാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ലെക്ചറിൽ പറയുന്ന എല്ലാ കാര്യവും പറയാനായിട്ട് നമുക്ക് 40 സെക്കൻഡിൽ പോരാ. അതുകൊണ്ട് മെയിൻ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. പിന്നെ ഫില്ലർ വേർഡ്സ് വിച്ച് ഡു നോട്ട് കണക്ട് ദ ലെക്ചർ, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഫോർ ദാറ്റ് ഈസ് മൈ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ഫൈനൽ കൺക്ലൂഷൻ ഹാവ് ബീൻ മെൻഷൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കൈ നിട്ട തള്ളാണെന്ന്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ AI ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തേതൊക്കെ അവോയ്ഡ് ചെയ്യുക, ടെംപ്ലേറ്റ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, PT-യിൽ മൊത്തത്തിൽ 20 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വളരെ സിമ്പിളാണ്. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഹോല ലാംഗ്വേജ് ലാബ് ഇതിൻ്റെ ട്രെയിനിങ് നന്നായിട്ട് തരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച PT കോച്ചിങ് നൽകുന്നത് ഹോല ലാംഗ്വേജ് ലാബാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ഇപ്പോഴാണെങ്കിൽ 1 ഡിസ്കൗണ്ടും ഹോല വേൾഡ് സ്റ്റുഡൻസിന് നല്ല ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, എൻ്റെ ഓസ്ട്രേലിയ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഹോല ലാംഗ്വേജ് ലാബിലൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഡോണ്ട് മിസ് ഔട്ട് ദാറ്റ്. എൻക്വയറി ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ ഈ അപ്ഡേറ്റിൻ്റെ ലിങ്കും എന്തൊക്കെയാണ് ടെക്നിക്സ് എന്നുള്ളതിൻ്റെ PDF ഡോക്യുമെൻറ്റിൻ്റെ ലിങ്കും നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.